കണ്ണൂർ പാനൂർ ചെണ്ടയാട് കണ്ടോത്തും ചാലിൽ സ്ഫോടനം നടന്നു. അർദ്ധരാത്രിയിലാണ് റോഡിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടു. സജോ ദേവസ്യ ടെലിഫോണിൽ ചേരുന്നു. സജോ, എന്താണ് വിവരങ്ങൾ? ആരാണ് ഇതിൻ്റെ പിന്നിൽ? പാനൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ, അവരോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ്. അർദ്ധരാത്രിയിലാണ് നടു റോഡിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കണ്ണൂർ പാനൂർ ചെണ്ടയാട് കണ്ടോത്തും ചാലിലാണ് പ്രധാന റോഡിൽ തന്നെ അർദ്ധരാത്രിയിൽ വലിയ സ്ഫോടനം ഉണ്ടായത്. ഉഗ്ര ശബ്ദത്തിൽ 2 തവണ സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ റോഡിൽ കുഴി രൂപപ്പെട്ടു. ഇതേ സ്ഥലത്തിന് തൊട്ടടുത്ത കുന്നുമലിൽ 2 ദിവസത്തിന് മുൻപ് സ്ഫോടനമുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ, അതായത് കണ്ടോത്തും ചാലിൽ തന്നെ സ്ഫോടനം ഉണ്ടായിരുന്നു. പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ട് അധിക നാളായില്ല. അതിന്റെയൊക്കെ തുടർച്ച എന്ന നിലയ്ക്ക് കൂടി ഇതിനെ കാണണം. നാടൻ ബോംബ് എറിഞ്ഞത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാനൂർ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ആരാണ്, എന്താണ് ലക്ഷ്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധനയിലൂടെയും അന്വേഷണത്തിലൂടെയും വ്യക്തമാവുകയുള്ളത്. പരിശോധിക്കുന്നു എന്താണ് ഇതിന് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നൊരു കാര്യം. അതേസമയം രാഷ്ട്രീയ സംഘർഷങ്ങളടക്കം നിലനിൽക്കുന്ന മേഖലയാണ്. സമീപകാലത്ത് പക്ഷേ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മൂളിയാത്തോട് സംഭവം നമുക്കറിയാം. ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്ക് ഏൽക്കുകയും ചെയ്ത സംഭവം. അതിനെ തുടർന്ന് കേസെടുക്കുകയും പ്രതികളെയൊക്കെ പിടികൂടുകയും ചെയ്തിരുന്നു. പക്ഷേ കുന്നമലിൽ 2 ദിവസം മുൻപാണ് സ്ഫോടനം ഉണ്ടായത്. രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘം ചേർന്നവർ നടത്തിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ബോംബെറിഞ്ഞ് ഭീതി പരത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നതെല്ലാം പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ ഇത് നാടൻ ബോംബ് എറിഞ്ഞ് പൊട്ടിക്കുന്ന സ്വഭാവത്തിലാണ് എന്നതാണ് പ്രാഥമികമായി പോലീസിന്റെ ഒരു നിഗമനം. പക്ഷേ ഉഗ്ര ശബ്ദത്തിലാണ് അർദ്ധരാത്രിയോടുകൂടി സ്ഫോടനം ഉണ്ടായത്. പിന്നീട് നാട്ടുകാർ അറിയിച്ചതനുസരിച്ചാണ് പോലീസ് സംഭവസ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. സ്ഥലത്ത് നിന്ന് അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ച് വിശദമായ പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും കടക്കുമെന്ന് പോലീസ് പറയുന്നു. മറ്റൊന്ന് സുരക്ഷാ പ്രശ്നം കൂടി. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച് അശാന്തി നാളുകളോളം നിലനിന്ന പ്രദേശമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും മുൻകരുതലും തുടർ പരിശോധനയും അന്വേഷണവും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതിലേക്ക് കടന്നിട്ടുണ്ട് ഇതിനകം എന്നാണ് പാനൂർ പോലീസ് അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു സുഖമില്ലാത്ത വാർത്തയാണ് വന്ന് പാനൂർ ചെണ്ടയാട് കണ്ടോത്തും ചാലിൽ സ്ഫോടനം നടന്നു ഇന്നലെ അർദ്ധരാത്രിയിൽ എന്ന വാർത്തയാണ്.